ദൈവത്തിൻ്റെ മക്കളെ, എത്ര പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നെങ്കിലും ഇന്ന് രാത്രി വചനത്തിനൊരു ഉറപ്പ് നമുക്ക് തരുവാനുണ്ട്. ആര് കൂടെയില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആര് കൂടെയില്ലെങ്കിലും അവൻ്റെ ആ സാന്നിധ്യം കൂടെയുണ്ട്. ആരില്ലെന്ന് നിനക്ക് തോന്നിയാലും ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൈവിടപ്പെട്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, ത്യജിക്കപ്പെട്ടു പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അംഗീകാരം ലഭിച്ചില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. കുഞ്ഞെ, ആര് നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ആര് നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ അംഗീകരിക്കുന്ന ദൈവമാ. ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയാത്ത ദൈവമാ. ആര് നിന്നെ വെടക്കെണ്ണിയാലും ഞാൻ നിന്നെ ശ്രദ്ധമെന്ന ദൈവമാ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുക. ഈ രാത്രി ചില ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂത് ഞാൻ കൈമാറുകയാണ്. ആമേൻ. നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. നിന്നോട് പറഞ്ഞവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഈ രാത്രിയിൽ ആത്മാവിൽ ഉറപ്പ് പ്രാപിച്ചേ കൈവിടപ്പെട്ടു പോകത്തില്ല. ആമി കൈവിടപ്പെട്ടു പോകത്തില്ല. അവൻ കരം പിടിച്ചുയർത്തുന്ന ദൈവമാ. അവൻ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. യേശു ക്രൂശിക്കപ്പെട്ടു, യേശു മരിക്കപ്പെട്ടു, യേശു അടക്കപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഞാൻ പഴയ പണിയിലേക്ക് പോകുകയാണ്. മടങ്ങിപ്പോയ പത്രോസിനെ തേടി അടുത്ത പ്രഭാതത്തിൽ യേശു വന്നു. ഇന്ന് പകൽ പിന്മാറ്റത്തെ അല്ല ദൈവം നോക്കുന്നത്. ആമേൻ. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അവൻ നിന്റെ പുറകെ വന്ന് നിന്നെ മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്നതിന് ദൈവത്തിന്റെ പൈതലേ, ഇതൊരു മടങ്ങി വരവിന്റെ രാത്രിയാകട്ടെ. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, യേശുവിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ വിളിയിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ രാത്രി കർത്താവ് ആമേൻ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുമ്പോൾ, അവന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, കർത്താവേ, അടിയനിതാ, എന്നെ മടക്കി കൊണ്ടുവരണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ ഉറപ്പിക്കണമേ, എന്റെ വിളിയിൽ എന്നെ നിലനിർത്തണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? അവരുടെ മേലൊരു ആത്മസാന്നിധ്യം ഈ രാത്രി ഇറങ്ങുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അവരുടെ മേൽ ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി ആമേ, നിന്റെ ശാരീരിക ബലഹീനതയാണോ നിനക്ക് വിഷയം? ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നവന്റെ കരം. ഇന്ന് രാത്രി അസമാധാനമാണോ നിന്റെ വിഷയം? ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുന്നു എന്ന് പറയുന്ന യേശു കർത്താവിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ, തിക്തമായി ഒറ്റപ്പെട്ടു പോയെന്നാണ് നിന്റെ വിഷയം. ചേർത്തണയ്ക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്.